നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ ക്രൂരമായ റാഗിംഗ്. മൂന്നിലവ് കോരുത്തോട് സ്വദേശികളായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 സീനിയർ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ശരീരമാസകലം കോമ്പസിന് വരഞ്ഞും സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽസ് തൂക്കിയും ക്രൂരപീഡനം. ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ റാഗിംഗ്. 5 സീനിയർ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. മുൻപ് റാഗിംഗ് നേരിടുന്നതായി വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടില്ലെന്ന് കോളേജ് അധികൃതർ. കാളകെട്ടി പിണ്ണാക്കനാടിന് സമീപം സ്കൂൾ ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചു. പിന്നാലെ എത്തിയ കാറും അപകടത്തിൽപ്പെട്ടു. സ്കൂൾ ബസ് ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. അപകടം കുട്ടികളെ കയറ്റാൻ പോകുന്നതിനിടെ. നാടിനെ ഭക്തിയിൽ ആറാടിച്ച ചിറക്കടവ് ശ്രീ മഹാദേവൻ ക്ഷേത്രത്തിലെ തിരുവുത്സവം പുരോഗമിക്കുന്നു. ശ്രീബലിയും ഉത്സവബലിയും തൊഴുത് ഭക്തർ. വാർത്തകൾ വിശദമായി. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 1-ാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്ത 5 സീനിയർ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ശരീരമാസകലം കോമ്പസിന് വരഞ്ഞും സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽസ് തൂക്കിയും വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചെന്നാണ് കേസ്. 3 മാസത്തോളം നീണ്ടുനിന്ന റാഗിങ്ങിനൊടുവിലാണ് വിദ്യാർത്ഥികൾ പരാതി ഉന്നയിച്ചത്. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 1-ാം വർഷ ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്ത 5 സീനിയർ വിദ്യാർത്ഥികളെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നിലവ് കീരിപ്ലാക്കൽ സാമുവൽ, വയനാട് നടവയൽ ഞാവൽത്ത് ജീവ, മലപ്പുറം സ്വദേശികളായ മഞ്ചേരി കച്ചേരിപ്പടി വീട്ടിൽ റിജിൽജിത്ത്, വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ്, കോരുത്തോട് നെടുങ്ങാട് വിവേക് എന്നിവരാണ് അറസ്റ്റിലായത്. 3 മാസത്തോളം കുട്ടികളെ ക്രൂരമായി ഇവർ റാഗ് ചെയ്യുകയായിരുന്നു. കുട്ടികളെ നഗ്നരാക്കി കട്ടിലിൽ കെട്ടിയിട്ട ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽസ് കെട്ടിയിട്ടും ദേഹമാസകലം കോമ്പസിന് വരഞ്ഞുമാണ് അതിക്രമം നടത്തിയത്. നിലവിളിച്ച കുട്ടികളുടെ വായിലേക്ക് കലാമിൻ ലോഷൻ ഒഴിച്ചുകൊടുത്തും ക്രൂരമായി റാഗ് ചെയ്തു. ഞായറാഴ്ച ദിവസങ്ങളിൽ സീനിയർ വിദ്യാർത്ഥികൾക്ക് മദ്യപിക്കുന്നതിനായി 800 രൂപ വീതം ജൂനിയർ വിദ്യാർത്ഥികൾ നൽകണം. പണം നൽകാതിരുന്നാൽ അതിക്രൂരമായ പീഡനമാണ്. നിവൃത്തിയില്ലാതെ ജൂനിയർ വിദ്യാർത്ഥികൾ ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കൂടുതൽ വിദ്യാർത്ഥികൾ പരാതി നൽകാൻ സാധ്യതയുണ്ടെന്ന് ഗാന്ധിനഗർ പോലീസ് വ്യക്തമാക്കി. പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഏറ്റുമാനൂർ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് നടത്തിയ 5 സീനിയർ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി കോളേജ് അധികൃതർ. ഇതിനു മുൻപ് റാഗിംഗ് നേരിടുന്നതായി വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടില്ലെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് ലിനി ജോസഫ് പറഞ്ഞു. റാഗിംഗ് നടന്നതായി ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് ഇന്നലെയാണ് പരാതി നൽകിയതെന്ന് കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് അധികൃതർ. അതിനു മുൻപ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും റാഗിംഗ് നേരിടുന്നതായി പരാതി ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് പ്രാഥമിക നടപടികളുടെ ഭാഗമായി സീനിയർ വിദ്യാർത്ഥികളായ സാമുവൽ ജോൺസൺ, ജീവ, രാഹുൽ രാജ്, റിജിൽജിത്ത്, വിവേക് എന്നിവരെ സസ്പെൻഡ് ചെയ്തുവെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് ലിനി ജോസഫ് പറഞ്ഞു. തുടർ നടപടികൾ കമ്മിറ്റിയെടുക്കുമെന്നും ഇവർ വ്യക്തമാക്കി. ഇത് പ്രഥമ ദൃഷ്ട്യാ റാഗിങ്ങിൻ്റെ സംശയമുള്ളത് കൊണ്ട് അവരെഴുതി തന്ന കംപ്ലൈൻറ്റ് വെച്ച് പ്രിലിമിനറി എൻക്വയറി കോളേജ് ലെവലിൽ നടത്തി. ഇന്നലെ തന്നെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി വരുന്നതുവരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത്. ഉടൻ തന്നെ ആ പരാതി ഗാന്ധിനഗർ SHOയ്ക്കും കോട്ടയം SP-ക്കും ഫോർവേഡ് ചെയ്തിരുന്നു. ഇന്നലെ ഒരു 4:30 സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോളേജിൽ വരികയും വിക്ടിംസായ കുട്ടികളെ കാണുകയും പ്രതികളെന്ന് ആരോപിക്കപ്പെട്ട കുട്ടികളെയും ഗാന്ധിനഗറിൽ നിന്ന് വന്ന പോലീസ് സ്റ്റേഷനിൽ വന്ന CI പോലീസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് കാണുകയും ചെയ്തു. വിക്ടിംസിലെ 2 കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കാൻ പറഞ്ഞു. അസിസ്റ്റന്റ് വാർഡൻ ഞങ്ങളുടെ മെയിൽ ഫാക്കൽറ്റിയായ സാറിനെ കൂട്ടിയാണ് കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചത്. ഒരു 5:30യോടുകൂടി വിക്ടിംസിന് അറസ്റ്റാണെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ സാധിച്ചു. തുടർ നടപടികളായിട്ട് ഇതിൻ്റെ എല്ലാ ഇവൻസും മെഡിക്കൽ എഡ്യൂക്കേഷനിലും കേരള നഴ്സസ് മിഡ്വൈസ് കൗൺസിലിലും അറിയിച്ചിട്ടുണ്ട്. പ്രിലിമിനറി റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് എൻക്വയറി കമ്മീഷനെ ഇന്ന് തന്നെ നിയോഗിക്കുകയാണ്. രാത്രി 10 മണി വരെ ഹോസ്റ്റൽ വാർഡൻ ഇവിടെ ഉള്ളതാണ്. റാഗിങ്ങിനെതിരായി സർക്കുലർ നൽകിയിരുന്നുവെന്നും കർശനമായി നിരീക്ഷിച്ചിരുന്നുവെന്നും കോളേജ് അധികൃതർ വിശദീകരിക്കുന്നു. ഗാന്ധിനഗർ സ്റ്റേഷൻ SHO T ശ്രീജിത്തിനാണ് കേസന്വേഷണ ചുമതല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാളകെട്ടി പിണ്ണാക്കനാടിന് സമീപം സ്കൂൾ ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം. സ്കൂൾ ബസ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കാഞ്ഞിരപ്പള്ളി ഹെറിറ്റേജ് സ്കൂളിന്റെ ബസാണ് അപകടത്തിൽപ്പെട്ടത്. പിന്നാലെ എത്തിയ കാറും അപകടത്തിൽപ്പെട്ടു.
ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ പിണ്ണാക്കനാടിന് സമീപം സ്കൂൾ ബസും സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ചു. പിണ്ണാക്കനാട് ടൗണിന് സമീപം സൂര്യ ഗ്യാസ് വളവിലാണ് അപകടം ഉണ്ടായത്. സ്കൂൾ ബസ് ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. വിദ്യാർത്ഥികളെ കയറ്റുന്നതിനായി പോകും വഴിയായിരുന്നു അപകടം. സ്കൂൾ ബസ്സിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. ഇരു വാഹനങ്ങളുടെ മുൻവശത്തെ ചില്ലുകൾ തകർന്നു. സ്കൂൾ ബസിന്റെ ബോഡി ഭാഗം ബസ്സിൽ ഉടക്കിയ നിലയിലായിരുന്നു. തിരുനാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കാഞ്ഞിരപ്പള്ളി ഹെറിറ്റേജ് സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂൾ ബസിന്റെ ഡ്രൈവർ സൈഡ് പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റ സ്കൂൾ ബസ് ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8ഓടെയായിരുന്നു അപകടം. കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകുകയായിരുന്ന സെന്റ് ജോർജ് ബസ്സുമായാണ് സ്കൂൾ ബസ് കൂട്ടിയിടിച്ചത്. പിന്നാലെ എത്തിയ ഒരു കാറും അപകടത്തിൽപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. തിരുവപ്പള്ളി സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് പൊൻകുന്നം. ഗുണമേന്മയുള്ള തടികൾ വാങ്ങുവാൻ തടികൾ ഉരുളായും ഉരുപ്പടിയായും വിൽക്കുന്നു. നിങ്ങളുടെ വീടിന്റെ നിർമ്മാണത്തിനും ഫർണിച്ചറുകൾ പണിയുന്നതിനും ആവശ്യമായ ഗുണനിലവാരമുള്ള തടികൾ, തേക്ക്, ആഞ്ഞിലി, പ്ലാവ്, മഹാഗണി തടികൾ, കൂടാതെ ഇറക്കുമതി ചെയ്ത തടികളും 24 മണിക്കൂറും ക്രെയിൻ സർവീസ്. തിരുവപ്പള്ളി സോമിൽ, നരിയനാനി, കൊപ്രാക്കളം, പൊൻകുന്നം. ഫോൺ 9447324179, 8921620928, 7306405536. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം നാടിനെ ഭക്തിസാന്ദ്രമാക്കി പുരോഗമിക്കുന്നു. ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുത്ത് കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ചിറക്കടവിലേക്ക് എത്തുന്നത്. ഐതിഹ്യ സമ്പത്തുകൊണ്ട് പേരുകേട്ട ചിറക്കടവ് ശ്രീ പരമേശ്വരൻ ദേശനാഥനായി കുടികൊള്ളുന്ന പവിത്ര ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ മഹാദേവന്റെ തിരുവുത്സവം ആത്മീയ അനുഭൂതിയുടെ ആഘോഷമായാണ് ഭക്തർ കൊണ്ടാടുന്നത്. പുലർച്ചെ മുതൽ രാത്രി വരെ നീളുന്ന ക്ഷേത്ര ചടങ്ങുകളിലും കലാപരിപാടികളിലും പങ്കുചേരാനായി നാടൊന്നാകെ തന്നെ ചിറക്കടവിലേക്ക് ഒഴുകിയെത്തും. ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ശ്രീബലി ചടങ്ങുകൾ നടന്നു. ഗജവീരൻ മലയാലപ്പുഴ രാജൻ ഭഗവാന്റെ തിടമ്പേറ്റി. തുടർന്ന് ഉത്സവ ബലിയും ദർശനവും നടന്നു. ക്ഷേത്ര നാലമ്പലത്തിനകത്തും പുറത്തുമുള്ള ബലിക്കല്ലുകളിലും ദേവന്റെ പരിവാരങ്ങൾക്കും മറ്റ് ഭൂതഗണങ്ങൾക്കും നിവേദ്യം അർപ്പിക്കുന്നതാണ് ഉത്സവ ബലി. കാണിക്കയർപ്പിച്ച് ഉത്സവ ബലി പൂജ തൊഴുതാൽ അഷ്ടൈശ്വര്യങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. ചൊവ്വാഴ്ച വൈകിട്ട് കലാവേദിയിൽ പെരുവന്താനം ലയനം സ്കൂൾ ഓഫ് മ്യൂസിക് അവതരിപ്പിച്ച ഭക്തിഗാന സുധയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സമൂഹത്തിൽ സുഗന്ധവാഹികളായ ചന്ദനത്തിരികളായി കുട്ടികൾ മാറണമെന്ന് കവി മുരുകൻ കാട്ടാക്കട പൊൻകുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. കവിതകൾ ചൊല്ലി അർത്ഥം പറഞ്ഞ് കവിയും മലയാള മിഷൻ ഡയറക്ടറുമായ മുരുകൻ കാട്ടാക്കട വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ സുഗന്ധവാഹികളായ ചന്ദനത്തിരികളായി കുട്ടികൾ മാറണമെന്ന് മുരുകൻ കാട്ടാക്കട പറഞ്ഞു. ആദിത്യൻ അധ്യാപകൻ സൂര്യനെ പോലെയാണ്. ആദിത്യൻ അധ്യാപകൻ, അനാദിയാം ജ്ഞാനം വെളിച്ചം, അകം നിറയ്ക്കും പൊരുൾ. ആരാണ് നീ എന്ന ചോദ്യം, നീയാണ് നീ എന്നൊരുത്തരം. രണ്ടിനുമിടയിൽ മുഴങ്ങുന്ന ശുഭ്രമാം ഗംഭീര മൗനമാണ് അധ്യാപകൻ. ആരാണ് നീ എന്ന ചോദ്യം നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുകയും നീ തന്നെയാണ് നീ എന്ന ഉത്തരം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നവർ ആരോ അവരെയാണ് അധ്യാപകർ എന്ന് വിളിക്കുന്നത്. ആരാണ് നീ എന്ന ചോദ്യം, നീയാണ് നീ എന്നൊരു ഉത്തരം, രണ്ടിനുമിടയിൽ മുഴങ്ങുന്ന ശുഭ്രമാം ഗംഭീര മൗനമാണ് അധ്യാപകൻ. അങ്ങനെ നല്ല അധ്യാപകരുടെ തുണ നിങ്ങൾക്ക് ഈ മഹാവിദ്യാലയത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് നാളെയും മറ്റന്നാളും സംഭവിക്കട്ടെ. അങ്ങനെ നിങ്ങൾ സമൂഹത്തിൽ ചന്ദനത്തിരികളായി മാറട്ടെ. ചന്ദനത്തിരികളായി മാറുക എന്ന് ആശംസിക്കാൻ കാരണം, ചന്ദനത്തിരി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഒരു ചന്ദനത്തിരി എന്ന് പറഞ്ഞാൽ വളരെ കൃശഗാത്ര സ്വരൂപമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ചെറുതാണ് ചന്ദനത്തിരി. പക്ഷേ ഒരു ഹാളിൽ, ഒരു മുറിയിൽ
നമ്മൾ ചെറുതാണെങ്കിൽ പോലും നിസ്സാരനായിട്ടുള്ള ഒരു ചന്ദനത്തിരിയെ ഒന്ന് കൊളുത്തി വെച്ചാൽ നമ്മളെല്ലാവരും അറിയും എവിടെയോ ഒരു കുഞ്ഞു ചന്ദനത്തിരി ഇരുന്ന് കത്തുന്നുണ്ട് എന്ന്. അതിങ്ങനെ നമുക്ക് സുഗന്ധം നൽകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നിങ്ങളാകേണ്ടത് വലിയ അഴുക്കുചാലുകളായിട്ടല്ല മാറേണ്ടത്, നിങ്ങൾ വളരെ ചെറിയ സുഗന്ധവാഹികളായ ചന്ദനത്തിരികളായിട്ടാണ് മാറേണ്ടത്. അങ്ങനെ ഈ മഹാവിദ്യാലയത്തിലെ അനുഭവങ്ങൾ, ഇവിടുത്തെ ഗുരുനാഥന്മാരുടെ തുണ നിങ്ങളെ കുഞ്ഞ് ചന്ദനത്തിരികളായി സുഗന്ധം പ്രസരിപ്പിക്കുന്നവരായി മാറാൻ സഹായിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വർഷത്തെ ഈ സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. PTA പ്രസിഡന്റ് ജെനീവ് PG അധ്യക്ഷനായി. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് മണി ഉപഹാരം സമർപ്പിച്ചു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, ബ്ലോക്ക് മെമ്പർ മിനി സേതുനാഥ്, ആന്റണി മാർട്ടിൻ, ശ്രീലത സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കീബോർഡ് ആർട്ടിസ്റ്റ് സുനിൽ പ്രയാഗ് അതിഥിയായി. യോഗത്തിൽ ദീർഘനാളത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപകൻ ശ്രീമണിക്ക് യാത്രയയപ്പും നൽകി. യോഗത്തിന് മുന്നോടിയായി കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. चांद को घूंघट के नीचे छुपा के लाई तेरे लिए दुनिया से नजरें चुरा के दे मेरे खाई तू ही बता जाऊं मैं कहाँ मुझको दुआ किसकी लगी भाई आके पधारा हूँ जो यहाँ ले फिकर आजा इधर बीच पे लगा ले तू झुमका 1 2 3 4 get on the dance floor 1 2 3 4 get on the dance floor ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിശ്വാസത്തിരയിൽ ഉയർന്ന് കുറവിലങ്ങാട് പള്ളിയിലെ കപ്പൽ പ്രദക്ഷിണം. തിരുനാളിലെ അതിപ്രധാന ചടങ്ങാണിത്. യോന പ്രവാചകന്റെ കപ്പൽ യാത്രയെ അനുസ്മരിച്ചാണ് കപ്പൽ പ്രദക്ഷിണം നടത്തുന്നത്. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. കുറവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്ത മറിയം ആർച്ച് ഡീക്കൻ ദേവാലയത്തിലെ ചരിത്ര പ്രസിദ്ധമായ കപ്പൽ പ്രദക്ഷിണം പാരമ്പര്യ തനിമയോടെ നടന്നു. ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കപ്പൽ വിശ്വാസികൾ കൈകളിലെടുത്ത് പള്ളിക്കും കുരിശടിക്കും ചുറ്റും നടത്തുന്ന പ്രദക്ഷിണമാണ് ചടങ്ങ്. പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം കടപ്പൂര് നിവാസികളുടെ നേതൃത്വത്തിൽ വലിയ പള്ളിയിൽ നിന്ന് കപ്പൽ ഏറ്റുവാങ്ങി പള്ളിമുറ്റത്ത് എത്തിച്ചു. ജനസാഗരത്തിന് മുകളിൽ കപ്പലോടിയപ്പോൾ ചെറിയ പള്ളിയിൽ നിന്ന് പ്രദക്ഷിണം ആരംഭിച്ചു. കുരിശടിക്ക് ചുറ്റും വിശ്വാസികൾ കപ്പൽ കൈകളിൽ ഉയർത്തി പ്രദക്ഷിണം വെച്ചു. കോളിലും തിരമാലയിലും അകപ്പെട്ട് കപ്പൽ ഉലയ്ക്കും. ആടിയുലയുന്ന കപ്പലിൽ നിന്ന് യോന പ്രവാചകനെ എടുത്തെറിയുന്നതോടെ കടൽ ശാന്തമാകും. ഇതാണ് കപ്പൽ പ്രദക്ഷിണത്തിലെ ചടങ്ങ്. തുടർന്ന് വലിയ പള്ളിയിൽ നിന്നും സമൂഹിക്കപ്പെട്ട മാനൗകന്റെയും ഭാരത സഭയുടെ അഭിമാനമായ വിശുദ്ധ അൽഫോൻസാമ്മയുടെയും വിശുദ്ധ കൊച്ചുത്രേസ്യായുടെയും വിശുദ്ധ ഡൊമിനിക്കിന്റെയും തിരുസ്വരൂപങ്ങൾ സമർപ്പിക്കപ്പെടുകയാണ്. വലിയ പള്ളിയിൽ നിന്ന് സമർപ്പിച്ച തിരുസ്വരൂപം. കടപ്പൂർ എന്ന ദേശം പണ്ട് കടലായിരുന്നുവെന്നും കടൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന കടപ്പൂർ നിവാസികൾ പുറംകടലിൽ വെച്ച് കാറ്റിലും കോളിലും അകപ്പെട്ട് രക്ഷയ്ക്കായി പള്ളിയിലെ മുത്തിയമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു. കപ്പൽ യാത്രക്കാരുടെ മധ്യസ്ഥനെന്ന് അറിയപ്പെടുന്ന യോന പ്രവാചകന്റെ മധ്യസ്ഥത തേടുകയും ചെയ്തു. പ്രാർത്ഥനകളുടെ ഫലമായി കടൽ ശാന്തമായി. കപ്പൽ യാത്രക്കാർ രക്ഷപ്പെട്ടു. ജീവൻ രക്ഷിച്ച മുത്തിയമ്മയുടെ പള്ളി തിരുനാളിന് എഴുന്നള്ളിക്കാൻ കടപ്പൂർ നിവാസികൾ നേർച്ചയായി പള്ളിക്ക് നിർമ്മിച്ചു നൽകിയതാണ് കപ്പൽ എന്നാണ് വിശ്വാസം. ബൈബിളിലെ യോന പ്രവാചകന്റെ കപ്പൽ യാത്രയെ അനുസ്മരിച്ചാണ് കടപ്പൂർ നിവാസികൾ കപ്പലോട്ടം നടത്തുന്നത്. പാപനിമഗ്നരായിരുന്ന നിനവേ നിവാസികളെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ അവിടെ എത്തി പ്രസംഗിക്കണമെന്ന ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച യോന തെറ്റു മനസ്സിലാക്കി ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് നിനവേയിലേക്ക് പോയി. യോനായുടെ പ്രസംഗം കേട്ട് അവിടുത്തെ ജനങ്ങൾ പശ്ചാത്തപിക്കുകയും ദൈവശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇതിന്റെ ഓർമ്മയ്ക്കാണ് 3 ദിവസം അനുതാപത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളായി ആചരിക്കുന്നതെന്ന് പള്ളി യോഗം സെക്രട്ടറി ബെന്നി കോച്ചേരിൽ പറഞ്ഞു. 10,000-കണക്കായ വിശ്വാസികളാണ് കപ്പലോട്ടത്തിന് സാക്ഷ്യം വഹിക്കുക. ഒരുപക്ഷെ മണൽപ്പരപ്പിലും കൽപ്പടവുകളിലും നടത്തുന്ന കപ്പലോട്ടം കുറവലങ്ങാടിൻ്റെ മാത്രം പ്രത്യേകതയാണ്. കടപ്പൂർ നിവാസികളായ ആളുകൾ തങ്ങളുടെ കരങ്ങൾ ഒരേ വേഗത്തിൽ ഒരേ താളത്തിൽ ഉയർത്തുന്നു താഴ്ത്തുമ്പോൾ യഥാർത്ഥത്തിൽ കപ്പലോട്ടത്തിൻ്റെ പ്രതീതി കാഴ്ചക്കാരിലേക്ക് സമ്മാനിക്കാൻ കഴിയുന്നുണ്ട്. പ്രക്ഷുബ്ധമായ കടലിനെയൊക്കെ കടപ്പൂർ നിവാസികൾ ഒരുമിച്ചു ചേർന്നുള്ള കപ്പലിൻ്റെ ദ്രുതചലനങ്ങളിലൂടെ വിശ്വാസികൾക്ക് സമ്മാനിക്കുന്നതിൽ പരിപൂർണമായി വിജയിക്കുന്നുണ്ട്. കടക്ഷോഭത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് യോന പ്രവാചകനെ എടുത്തെറിയുന്ന ദൃശ്യമൊക്കെ യഥാർത്ഥത്തിൽ ദൃശ്യവൽക്കരിക്കുന്നതിൽ
അവരുടെ മികവ് പറഞ്ഞറിയിക്കാൻ ആവാത്തതാണ്. അത്രമാത്രം ഉദാത്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കടപ്പൂർ നിവാസികൾ നടത്തുന്നത്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് കൊടും വെയിലിനെ വകവയ്ക്കാതെ കപ്പൽ പ്രദർശനത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് 10 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരത്തിന് നിയമവ്യവസ്ഥയുണ്ടെങ്കിലും അത് തങ്ങളുടെ ഔദാര്യമാണെന്ന് വരുത്തി തീർക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയും കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നതായി BJP മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി. വഞ്ചനാ സമരങ്ങളുടെ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയണമെന്നും എൻ ഹരി പറഞ്ഞു. നമ്മൾ വളർത്തുന്ന മൃഗങ്ങളല്ലാതെ കാട്ട് മൃഗങ്ങളുടെയോ മറ്റ് ഇഴജന്തുക്കൾ അടക്കമുള്ള ഇപ്പോൾ പരിക്ക് പറ്റിയാൽ മതി, പാമ്പ് കടിച്ചാൽ മതി, അല്ലെങ്കിൽ കുരങ്ങ് ആക്രമിച്ചാൽ മതി. നമ്മുടെ വളർത്തുമൃഗങ്ങളല്ലാതെ ആക്രമിക്കുകയോ അതിന് പരിക്ക് പറ്റുന്ന അതിനനുസരിച്ചിട്ട് അതിനൊരു തുക നിശ്ചയിച്ചിട്ടുണ്ട്. മരണപ്പെട്ടാൽ 10 ലക്ഷം രൂപ കൊടുക്കണമെന്നൊരു നിയമമുണ്ട്. ഇതൊരു സർക്കാരിൻ്റെയും ഔദാര്യമല്ല. അവർക്കത് കൊടുക്കാൻ അർഹപ്പെടണം. പക്ഷെ വലിയൊരു സമരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് സമരങ്ങൾ. ഒന്നുകിൽ അവർ ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെ പ്രതിപക്ഷ നേതാക്കന്മാർ അല്ലെങ്കിൽ മെമ്പർമാരെല്ലാവരും ചേർന്ന് ആ പാവപ്പെട്ട മരിച്ച ആളുകളുടെ ബന്ധുക്കളെയൊക്കെ കൂട്ടി സമരം ചെയ്യുകയാണ്. ഇത് ഈ നാട്ടിലെ പ്രഹസനമാണ്. ഒരു സമരവും ചെയ്യാതെ കിട്ടുന്ന പൈസയാണ്. പാലാ നഗരസഭയിൽ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ബിജി ജിജോയ്ക്ക് ജയം. ബിജിക്ക് 17 വോട്ട് ലഭിച്ചു. പാലാ നഗരസഭയിൽ വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് നടന്നു. LDFിലെ മുൻധാരണ പ്രകാരം മുൻ ചെയർപേഴ്സൺ ലീന സണ്ണി രാജിവെച്ച ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. LDF സ്ഥാനാർത്ഥി ബിജി ജോജോയ്ക്ക് 17 വോട്ടും UDFിലെ ആനി ബിജോയ്ക്ക് 9 വോട്ടും ലഭിച്ചു. ആനി ബിജോയെ പ്രൊഫസർ സതീഷ് ചൊള്ളാനി പിന്തുണച്ചു. ബിജി ജോജോയെ സാവിയോ ഗാവുകാട്ടും പിന്തുണച്ചു. മുൻ നഗരസഭാധ്യക്ഷ കൂടിയാണ് പാലാ ടൗൺ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ബിജി ജോജോ. ന്യൂസ് ബ്യൂറോ, പാലാ. പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ കോട്ടയം ജില്ലയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 118 കേസുകൾ. കാഞ്ഞിരപ്പള്ളിയിൽ 30 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എരുമേലി 22, മുണ്ടക്കയം 18, പൊൻകുന്നം 10, ഈരാറ്റുപേട്ട 9, പാല 6, കുറവിലങ്ങാട് 4, കറുകച്ചാൽ 3 എന്നിങ്ങനെയാണ് കേസുകളുടെ എണ്ണം. പള്ളിക്കത്തോട്, കോട്ടയം ഈസ്റ്റ് സ്റ്റേഷനുകളിൽ 2 കേസുകൾ വീതവും മണിമല, പാമ്പാടി സ്റ്റേഷനുകളിൽ 1 കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ്. ഒരു പവന് 560 രൂപ കുറഞ്ഞ് 63,520 രൂപയായി. ഗ്രാമിന് 7,940 രൂപ. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ കുറവ്. 560 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് കുറഞ്ഞത്. ഇതോടെ റെക്കോർഡ് നിരക്കിലെത്തിയ സ്വർണ്ണവില 64,000 രൂപയ്ക്ക് താഴെയെത്തി. 63,520 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് വിപണി വില. 1 ഗ്രാം സ്വർണത്തിന് 70 രൂപയാണ് കുറഞ്ഞത്. 7,940 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഇതോടെ 8,000-ൽ താഴെയാണ് 1 ഗ്രാം സ്വർണത്തിന് ഇന്ന് നൽകേണ്ടത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് സ്വർണ്ണവിലയിൽ കുറവുണ്ടായത്. ഇന്നലെ 64,480 എന്ന റെക്കോർഡ് നിരക്കിലെത്തിയ സ്വർണ്ണവില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുറഞ്ഞിരുന്നു. ഡോളറിനെതിരെ രൂപ കരുത്താർജിച്ചതോടെയാണ് ഇന്നലെ സ്വർണ്ണവില കുതിച്ചത്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 7,940 രൂപയായി. 1 ഗ്രാം 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 6,550 രൂപയാണ്. വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമില്ല. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 106 രൂപയാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അറിയിപ്പ്: കോട്ടയം സ്കൂൾ ഓഫ് ബയോസയൻസസ് വകുപ്പിലെ അനിമൽ ഹൌസിൽ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ അനിമൽ അറ്റൻഡർ നിയമനത്തിനുള്ള ഇന്റർവ്യൂ ഈ മാസം 20-ന് നടക്കും. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ 0481-273-324. ഇളംകുളം SNDP യോഗം 44-ാം നമ്പർ ശാഖ ഗുരുദേവ ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാദിന ഉത്സവം ഈ മാസം 13 മുതൽ 15 വരെ നടക്കും. 13-ന് രാവിലെ 8-ന് സമൂഹ പ്രാർത്ഥന, ഗുരുഭാഗവത പാരായണം, വൈകിട്ട് 7-ന് പ്രാസാദ ശുദ്ധിക്രിയ, രാത്രി 7:30-ന് കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടക്കും. 14-ാം തീയതി രാവിലെ 8-ന് പതാക ഉയർത്തൽ, 9-ന് മഹാമൃത്യുഞ്ജയ ഹോമം, 11-ന് സർവേശ്വരി പൂജ എന്നിവയും ഉണ്ടാവും. 15-ന് രാവിലെ 8-ന് ബ്രഹ്മകലശ പൂജ, 10-ന് തന്ത്രി വിഷ്ണു നാരായണന്റെ അനുഗ്രഹ പ്രഭാഷണം, 11-ന് കലശാഭിഷേകം എന്നിവയും ഉണ്ടാവും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ ക്രൂരമായ റാഗിംഗ്. മൂന്നിലവ് കോരുത്തോട് സ്വദേശികളായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 സീനിയർ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ശരീരമാസകലം കോമ്പസിന് വരഞ്ഞും സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽസ് തൂക്കിയും ക്രൂരപീഡനം. ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ റാഗിംഗ്. 5 സീനിയർ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. മുൻപ് റാഗിംഗ് നേരിടുന്നതായി വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടില്ലെന്ന് കോളേജ് അധികൃതർ. കാളകെട്ടി പിണ്ണാക്കനാടിന് സമീപം സ്കൂൾ ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചു. പിന്നാലെ എത്തിയ കാറും അപകടത്തിൽപ്പെട്ടു. സ്കൂൾ ബസ് ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. അപകടം കുട്ടികളെ കയറ്റാൻ പോകുന്നതിനിടെ.
നാടിനെ ഭക്തിയിൽ ആറാടിച്ച ചിറക്കടവ് ശ്രീ മഹാദേവൻ ക്ഷേത്രത്തിലെ തിരുവുത്സവം പുരോഗമിക്കുന്നു. ശ്രീബലിയും ഉത്സവബലിയും തൊഴുത് ഭക്തർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.